നമുക്ക് തേനടപ്പാമ്പേ കാട്ടുതേനൊക്കെ കൊള്ളാമോ? തേനില് മുഴുവൻ മായ തന്നെ. വനവാസികളല്ലാതെ മറ്റാര് ശേഖരിച്ചാലും ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം കേസെടുക്കാൻ വകുപ്പുള്ള ഒന്നാണ് കാട്ടുതേൻ. ഒരു തുള്ളി തേനിൽ നിന്ന് അത് ശേഖരിച്ച വനം പോലും കണ്ടെത്താൻ സാധിക്കുന്ന മെലിസോപലിനോളജി വരെ ശാസ്ത്രം വളർന്നു നിൽക്കുന്ന ഈ കാലത്തും 99% ആളുകളും മായം കലർന്നിട്ടുണ്ടോ എന്ന സംശയത്തോടെയാണ് തേൻ വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും. കഴിഞ്ഞ 4 വർഷങ്ങളിലെ റിസർച്ചുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്. തേനിന്റെ ക്യാരക്ടർ രൂപപ്പെടുത്തുന്ന FG റേഷ്യോ, ഫേക്ക് ഹണി ഇൻഡിക്കേറ്റർ എന്നറിയപ്പെടുന്ന സൂക്രോസ് പെർസെന്റേജ്, ലോങ് ഷെൽഫ് ലൈഫിന് കാരണമായ അസിഡിറ്റി, ഹെവിനെസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്പെസിഫിക് ഗ്രാവിറ്റി, നാച്ചുറൽ ഷുഗറിന്റെ അളവ് കാണിക്കുന്ന TRS, ഇവയെല്ലാം നിശ്ചിത അളവിൽ വന്നാൽ മാത്രമേ തേനിന്റെ സ്റ്റാൻഡേർഡ് ഗ്രേഡായ അഗ്മാർക്ക് പ്രകാരം ഒറിജിനൽ എന്ന് പറയാൻ സാധിക്കൂ. നമ്മൾ സാധാരണ ചെയ്യുന്ന ഗ്ലാസ്സിലെ വെള്ളത്തിൽ തേനൊഴിച്ചു നോക്കുക, കത്തിച്ചു നോക്കുക, പേപ്പറിൽ ഒഴിച്ചു നോക്കുക എന്നിവയിലൂടെ ഒന്നും തേനിലെ അഡൾട്രേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലായത്. മാമലക്കണ്ടം പോലെ കേരളത്തിലെ മലയോര മേഖലകളിലെ കാലാവസ്ഥ ഹ്യൂമിഡിറ്റി കൂടുതലുള്ളതായതിനാൽ തേനിൽ 30-35% കുറയാതെ വാട്ടർ കണ്ടന്റ് ഉണ്ടാവും. ഈ വാട്ടർ കണ്ടന്റ് പ്രോസസ്സ് ചെയ്യാത്ത തേൻ വാങ്ങിയാൽ ഫെർമെന്റേഷൻ സംഭവിച്ച് പുളിച്ച് കേടായി പോവുകയും ഒരു നിശ്ചിത അളവിൽ കൂടുതൽ പ്രോസസ്സ് ചെയ്താൽ ജീവനുള്ള എൻസൈംസ് നശിച്ച് തേനിന്റെ മെഡിസിനൽ പ്രോപ്പർട്ടി നശിക്കുകയും ചെയ്യുന്നു. 8 കിലോമീറ്ററോളം പറന്ന് വിവിധ ഔഷധ സസ്യങ്ങളിൽ നിന്നും പൂക്കളിൽ നിന്നും കാട്ടുതേനീച്ചകൾ ശേഖരിച്ച് രൂപപ്പെടുത്തുന്ന ഈ തേൻ മധുരമുള്ള ഒരു വസ്തു മാത്രമല്ല, ഇതൊരു സയൻസാണ്.